വാർത്തയിലേക്ക്. മണ്ണാർക്കാട് തച്ചനാട്ടുകര ചോളോട് ഭാഗത്തെ ക്രഷർ ക്വാറിക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തി. തകർന്നു കിടക്കുന്ന പോത്തുണ്ണിപ്പാറ ചോളോട് റോഡ് ഉടനടി റിപ്പയർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചോളോട് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ക്രഷറിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധക്കാർ ക്വാറിക്ക് മുന്നിലെത്തി മുന്നിൽ വാഹനം തടഞ്ഞു പ്രതിഷേധിച്ചു. മുന്നൂറിലധികം പേർ താമസിക്കുന്ന ചോളോട് ഭാഗത്തെ റോഡാണ് നൂറുകണക്കിന് കോറിവണ്ടികൾ രാപ്പകൽ ഭേദമന്യേ പാഞ്ഞുകൊണ്ട് തകർന്നു തരിപ്പണമായി കിടക്കുന്നത്. വാഹനങ്ങൾ റോഡ് തകർത്തതോടെ പൊടിപടലങ്ങൾ അതിരൂക്ഷമായതിനാൽ വീട്ടുകാരും യാത്രക്കാരും പ്രയാസപ്പെട്ടിരിക്കുകയാണ്. സ്കൂൾ ബസ്സുകളും മറ്റും വാഹനങ്ങളും പോകുന്ന സമയത്ത് പോലും ലോറികൾ യഥേഷ്ടം ചീറിപ്പായുന്നതായി നാട്ടുകാർ ആരോപിച്ചു. ബസ്സിന് സ്കൂൾ ബസ്സുകൾക്ക് വരെ സൈഡ് കൊടുക്കൂല. അതാണ് ഇവിടെ അവസ്ഥ. ബസ്സുകൾക്ക് മേലെ കല്ല് വീഴുന്നു, സൈഡ് കൊടുക്കാണ്ട്. ഈ സ്കൂൾ ബസ്സിലൊന്നും പോയി ഗ്ലാസോ അല്ലെങ്കിൽ കട്ടണോ ഒന്നുമില്ല. കുട്ടികളൊക്കെ ഈ പൊടി തിന്നിട്ട് വണ്ടിയുടെ ബാക്കിൽ വലിയ വലിയ 30 ടണ്ണ് 35 ടണ്ണുള്ള ലോറികളാണ് രാവിലെ ഫുൾ ടൈം പോകുന്നത് ഇതിൽ. അപ്പോൾ എന്താ വെച്ചാൽ ഈ കുട്ടികൾ വരെ പൊടി തിന്നിട്ട് ആകെ പ്രശ്നമാണ്. എല്ലാവർക്കും അലർജി എന്ന് പറഞ്ഞാൽ ഒരു ഇതുള്ള എല്ലാ കുട്ടികൾക്കും അലർജിയാണ് സ്കൂളിൽ. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരുപാട് സ്കൂൾ ബസ്സുകൾ വരുന്ന റോഡാണിത്. ഞങ്ങൾ ഈ നാട്ടിൽ എല്ലാ കുട്ടികൾക്കും പോകാനുള്ള സ്കൂൾ ബസ്സുകൾ വരുന്ന റോഡാണിത്. കുണ്ടുറുകുന്ന് ബസ്സിന്റെ മേലെ മറ്റേ കല്ല് വീണു, INIC ബസ്സിന്റെ മേലെ കല്ല് വീണു. ഇതൊക്കെ വളരെ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരോട് പറഞ്ഞാൽ ഇവർ അനുസരിക്കുന്നില്ല. എത്ര തന്നെ പറഞ്ഞാലും ഇവർ അനുസരിക്കുന്നില്ല. ഇതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞാൽ അവർ നാളെ മറ്റന്നാന്ന് പറയാനല്ലാണ്ട് അനുസരിക്കുന്നില്ല. പിന്നെ ഭീഷണി, വണ്ടി കയറ്റി കൊല്ലും, നിങ്ങളെ വണ്ടി തട്ടിക്കും. ഇപ്പോൾ ഓരോ വണ്ടികൾ ഇവിടെ ഇപ്പോൾ പലരും വിളിച്ച് ഭീഷണിപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫോണിലൂടെ. അത് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾ കുടുംബ നഷ്ടമാക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാണ്. ബസ്സുകളുടെ മുകളിലേക്ക് കരിങ്കൽ ചീളുകൾ തെറിക്കുന്നതും പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതു സംബന്ധിച്ച നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ ജനപ്രതിനിധികൾ മുഖേന മധ്യസ്ഥ വെച്ചതായും എന്നാൽ പ്രശ്നപരിഹാരം കാണാത്തതുകൊണ്ടാണ് നാട്ടുകാർ ഒത്തുകൂടിയതെന്നും നേതൃത്വം കൊടുക്കുന്നവർ പറയുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന ചോളോട് പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. മാത്രമല്ല, കോറിക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ ഫോൺ വഴി ഭീഷണിയും നടക്കുന്നതായി പ്രതിഷേധക്കാർ പറഞ്ഞു. കോറിക്ക് താഴെയുള്ള പാറകപ്പാടം ഭാഗത്തുള്ള കർഷകരും ദുരിതത്തിലാണ്. പാറയുടെ പാളിയും മറ്റും ചീളുകളും തോട്ടിലും കൃഷിസ്ഥലത്തുമെത്തി കർഷകർ ദുരിതത്തിൽ ആയിട്ടുണ്ട്. കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു ഫലവും കണ്ടിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. കഴിഞ്ഞ 3 വർഷമായി നാട്ടുകാർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. 300ഓളം വീട്ടുകാരുണ്ട്. അതിൽ റോഡ് ഇപ്പോൾ ഈ വണ്ടി പോകൽ തുറച്ചതിന് ശേഷം പൊടി പാറിയിട്ട് എല്ലാ വീട്ടിലും മക്കൾക്ക് ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ, ഇത്തരത്തിലിടങ്ങേറ്. പിന്നെ ഈ റോട്ടിൽ കൂടെ വേണം ഞങ്ങൾക്ക് പ്രസവ കേസ് മുതൽ എല്ലാ റേഷൻ പീടി, പോസ്റ്റ് ഓഫീസ് മുഴുവനും ഈ ചോളോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം. ഞങ്ങൾക്ക് അങ്ങോട്ട് റോഡില്ല. ഇയാളോട് 2-3 വട്ടം മധ്യസ്ഥയിൽ നാട്ടുകാർ സ്റ്റേഷനിൽ വെച്ചിട്ട് പറഞ്ഞ്, അല്ലാണ്ട് ഇയാളോടൊരു പ്രതികാരം ഇത് കൂട്ടണമെന്ന ഉദ്ദേശത്തിലല്ല ഞങ്ങൾക്ക് ഈ റോഡ് ക്ലിയറായി കിട്ടണം. മിഞ്ഞാന്ന് 5 മണിക്ക് എൻ്റെ വണ്ടി പെരിന്തൽമണ്ണക്ക് ഒരു ദിവസം 2 വട്ടം പോയി വരുന്ന കട എനിക്കവിടെ. ഈ ഒരു വണ്ടി സൈഡ് തരാത്തതുകൊണ്ട് ഞാൻ സൈഡ് എടുക്കാൻ പോയി കല്ലിന് മുട്ടിപ്പൊളിഞ്ഞു. 3300 എൻ്റെ വണ്ടിക്ക് ചിലവാ മിഞ്ഞാന്ന്. 2 വട്ടം എനിക്ക് പോകണം. 15 കൊല്ലമായി ഞാൻ ആദ്യം പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇയാളോട് അത്തരത്തിൽ പറഞ്ഞാൽ ഒരു 70-80 വണ്ടി ഉച്ചയാകുമ്പോഴേക്കും ഇവിടെ വന്നു പോകുകയാണ്. ഒരു വണ്ടി സൈഡ് തരൂല. ജനങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കുണ്ടും കുഴിയേലും നടക്കുക എന്നുള്ളത് നല്ല നിലക്ക് അയാളോട് ഫോണിൽക്കും നാട്ടുകാരും എതിർത്തും സ്റ്റേഷനിലും SI അടക്കം ഇയാളോട് പറഞ്ഞു. അനുസരിക്കുന്നില്ല. പിന്നെ എന്താ ജനങ്ങൾ ചെയ്യുക? ഇങ്ങനെ ഒരുമിച്ച് നിൽക്കല്ലാണ്ട് അയാളുടെ ലക്ഷ്യം ജനങ്ങൾ ഒരുമിക്കൂല. അപ്പോൾ ഇത് ഭിന്നിച്ചിഹ്നമായി പോകുമെന്നാണ് അയാൾ കരുതുന്നത്. ഈ ഒരു സ്ഥാപനം അയാൾ നടത്തുന്നതിനെ കൊണ്ട് ഈ നാട്ടുകാർക്കല്ലേ ഇത്. ഞങ്ങൾ പൊളിഞ്ഞ റോഡ് ഞങ്ങൾക്ക് നന്നാക്കി കിട്ടുക.
റോഡ് നന്നാക്കാനുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ വാഹനം കടത്തിവിടില്ലെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് നാട്ടുകൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിഷേധക്കാരോട് അനുനയത്തിന് ശ്രമിച്ചെങ്കിലും പരിഹാരമായില്ല. കോറിയുടമ സ്ഥലത്തെത്തണമെന്നും അടിയന്തരമായ പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കോറിയുടമ, പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അടക്കമുള്ളവർ സ്ഥലത്തെത്തി സമരക്കാരെയും ഉൾപ്പെടുത്തി സംസാരിച്ച പ്രശ്നം അവസാനിപ്പിച്ചത്. അടുത്ത ദിവസം തന്നെ റോഡ് നന്നാക്കാനുള്ള നടപടികൾ എടുക്കുമെന്നും സ്കൂൾ സമയത്ത് കോറിയിൽ നിന്നുള്ള വാഹനങ്ങൾ റോഡിലൂടെ പോകില്ല എന്നും ലോറിയിൽ കല്ലുകൾ കയറ്റുന്നതിന്റെ ഭാരപരിധി അനുസരിച്ച് ലോറിയിൽ സാധനങ്ങൾ കൊണ്ടുപോകണമെന്നും റോഡ് രാവിലെയും വൈകിട്ടും വെള്ളം ഉപയോഗിച്ച് നനയ്ക്കാനും തീരുമാനമായി. കൃഷിസ്ഥലത്തെ ബന്ധപ്പെട്ട കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും ഉടനടി പരിഹാരം കാണുമെന്നും ആവശ്യപ്പെട്ടതായി പൗരസമിതി അംഗം സലാം വിശദീകരിച്ചു. അടുത്ത വ്യാഴാഴ്ച 26/12/2024 തന്നെ റോഡ് പണി തുടങ്ങുമെന്ന് അവർ ഉറപ്പ് നൽകി ഇവിടെ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ടൈമിൽ വാഹനങ്ങൾ രാവിലെ 8:30 മുതൽ 10 മണി വരെയുള്ള സമയത്ത് കോറിയിലെ വാഹനങ്ങൾ സ്കൂൾ ബസ്സുകൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ പുറപ്പെടാൻ പാടില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തും. അതുപോലെ മറ്റൊരു കാര്യം, ഭാരപരിധി ലംഘിച്ചിട്ടാണ് കോറിയിലേക്ക് വരുന്ന പല വാഹനങ്ങളും ലോഡുമായി പോകുന്നത്. ഭാരപരിധി കൃത്യമായി നിയമപ്രകാരമുള്ളത് പാലിക്കണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ റോഡ് രാവിലെയും വൈകുന്നേരമല്ല നനക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് പണി പൊളിഞ്ഞ ഭാഗം മുഴുവനായിട്ട് പെട്ടെന്ന് കേടുവരാത്ത രീതിയിൽ സ്ട്രോങ്ങായ നിലക്ക്, പാച്ച് വർക്കല്ല, സ്ട്രോങ്ങായ രീതിയിൽ തന്നെ പണിയെടുക്കാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ നാട്ടുകാരുടെ ഒരു പരാതിയാണ്, കർഷകരുടെയൊക്കെ പരാതിയാണ്, ഈ കോറിയിൽ നിന്നുള്ള വേസ്റ്റ് തോട്ടിലേക്ക് പോയി ആളുകളുടെ കുടിവെള്ളവും അതുപോലെ തന്നെ ജലസേചനമൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന പരാതിയുണ്ട്. അതിനും പരിഹാരമുണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് പിരിഞ്ഞിട്ടുള്ളത്. ഇത് കൃത്യമായി പാലിക്കാമെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട്. വാഗ്ദാനം ലംഘിച്ചു കഴിഞ്ഞാൽ ഇനി ശക്തമായ സമരവുമായി നാട്ടുകാർ രംഗത്തുണ്ടാകും എന്ന് എല്ലാവരെയും അറിയിക്കണം. UTV ന്യൂസ്, പാലക്കാട്.